ഓക്കെ, അപ്പോൾ ഇതൊരു ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് ഈ റേഞ്ചിൽ നിന്ന് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, ഈ റേഞ്ചിൽ നിന്ന് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. എക്സാക്ട് ഈ റേഞ്ച് വരെയാണ് നമ്മൾ ടി പി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ റേഞ്ച് തന്നെയാണ് നമ്മുടെ ടി പി വന്നത്. അതായത് ഇതിൻ്റെ ലോ വരെയാണ് ടി പി വന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി മാർക്കറ്റ് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. ഓക്കെ, അഗെയിൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അഗെയിൻ താഴേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഈ ഒരു റേഞ്ച് കൂടി മാർക്ക് ചെയ്യാണ്. ഓക്കെ, അഗെയിൻ ഈ റേഞ്ച് അഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വരാൻ പോകുന്ന ഒരു ഏരിയ നമുക്ക് കാണിച്ചു തരാം. ഈ റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് കൂടുതലും വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാം. നമുക്ക് ടി പി ഇവിടം വരെയാണ് ഫസ്റ്റ് ടി പി വരാം. ഓക്കെ, ഫസ്റ്റ് ടി പി അത് നമുക്ക് ഇതിൻ്റെ കൊണ്ട് SL വയ്ക്കാൻ പറ്റും. ഇവിടുന്ന് ഒരു ട്രേഡ് ലൈവ് മാർക്കറ്റിലാണ് പറഞ്ഞു തരണേ കേട്ടോ. ഓക്കെ, കഴിഞ്ഞ് പോയ മാർക്കറ്റിൽ ഇപ്പോൾ ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഈ റേഞ്ചാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളും ചെയ്യണത്. ഒരു പ്രത്യേകത ഒന്നുമില്ല. ഈ ഒരു ലെവലാണ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അവർക്ക് വരുമോ ഇല്ല എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ടാർഗറ്റ് ഈ ഒരു ലെവൽ വരെ ഇരിക്കട്ടെ. ഓക്കെ, ഞാൻ ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് എടുക്കണമെന്ന് ഞാൻ കാണിക്കണില്ല. അപ്പം നിങ്ങൾ ഇതൊന്ന് കാണാം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അതായത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാൻ ഇത് എടുക്കുന്നതിന് തക്കതായിട്ടൊരു റീസൺ ഉണ്ട് കേട്ടോ. ഓക്കെ, സപ്പോസ് മാർക്കറ്റ് ഒന്നുകൂടി ഇങ്ങോട്ട് വന്നിട്ട് ഒരു റീടെസ്റ്റും കൂടി തരാണെങ്കിൽ നല്ല മൂവ്മെന്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എപ്പോഴാണോ ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണേ, അതായത് ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ബോഡി ക്ലോസിങ് കിട്ടണേ, താഴേക്ക് നല്ല പമ്പിങ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ വീണ്ടും പറയാണ്, ഇത് ലൈവ് മാർക്കറ്റാണ്, നിങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, കഴിഞ്ഞു പോയ മാർക്കറ്റിലല്ല ഇത് കാണിക്കണേ. ഇതിനൊരു റീസൺ ഉണ്ട് കേട്ടോ. ട്രേഡ് എടുക്കണേന് ഫോർമേഷൻ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റേഞ്ചിലേക്ക് വരും. എന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്താൽ ഈ റേഞ്ച് ഫസ്റ്റ് ഈ റേഞ്ച് എടുക്കും. റേഞ്ച് ഇതിന് താഴെ ബോഡി ക്ലോസിങ് വന്നാൽ ഈ റേഞ്ചിലേക്ക് വരും. ഓക്കെ, നൈറ്റ് ആണ് ഈ ക്ലാസ് എടുക്കണേ. ഓക്കെ, ക്ലാസ് എന്നല്ല, ഈ ഒരു ലൈവ് മാർക്കറ്റ് കാണിച്ചു തരണം. ഇപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴേ ഓരോ ഏരിയ ഉണ്ടല്ലോ, റിജക്ഷൻ വരുന്ന ഏരിയനെ ഇതുപോലെ ഡൊമിനേഷൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഏരിയയിലുള്ള ബയേഴ്സിനൊക്കെ വീക്കാക്കാണ്. ഓക്കെ, പിന്നെ എപ്പോഴും ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഒരു 10% or 20% മാത്രം ബ്രേക്ക് ഔട്ടിന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഔട്ട് എൻട്രികൾ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ഇവിടെ ഒക്കെ ഒന്ന് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ പോലും ഈ റേഞ്ചിൽ എന്താണ് പ്രോപ്പർ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്തായാലും ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ട് ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നല്ലൊരു പ്രീമിയം ആണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, ഒരു 200-150 ഉള്ളിലുള്ളൊരു പ്രീമിയം ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു 5000-6000 രൂപയുടെ അടുത്തൊക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞത് 5000-6000 രൂപ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ പ്രീമിയം ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലൊരു 50 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് ടി പിയിലേക്ക് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് നോക്കാണ്ട് എത്തുമില്ല എന്നുള്ളത്. ഇനി ഞാൻ പറയുന്നത്
എപ്പോഴാണോ മാർക്കറ്റ് ഈ റേഞ്ചിന് താഴെ ഇനി അഗെയിൻ ബോഡി ക്ലോസിങ് വരണത്, അപ്പോഴായിരിക്കും എന്ത് ചെയ്യുള്ളൂ, ഈ റേഞ്ചിലേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കുള്ളൂ. ഓക്കെ, കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ നടക്കണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ കാണിച്ച ഓവറോൾ ലിക്വിഡിറ്റി വന്നിട്ട് സ്വീപ്പ് ചെയ്തു. ഇതാണ് മെയിൻ നമ്മളെ ഒരു ടി പി എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്ന് റിജക്ഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മെയിൻ ടി പി എടുത്തിട്ട് ഇതിന് താഴെ ബോഡി ക്ലോസിങ് ഇപ്പം ഈ ലൈനിന് താഴെയാണ് ബോഡി ക്ലോസിങ് എങ്കിൽ ഇവിടേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുതലും കാണിക്കും മാർക്കറ്റ്. കാരണം വെച്ചാൽ ഇവിടെ ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ട്രേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാർക്കറ്റ് നടക്കുന്നതിന് മുമ്പാണ് ഞാനിത് പ്രെഡിക്റ്റ് ചെയ്യണത്. ഇവിടെ നിന്ന് ഈ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഇതിൽ വന്ന് ഈ ഒരു ഗ്യാപ്പിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഈ റേഞ്ചിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നോക്കിയാൽ ഞാൻ പറഞ്ഞുതരാം, ഓൾമോസ്റ്റ് ഇത്ര പോയിന്റ് വന്നു. അതായത് ഇനി ഈ സെക്കൻഡ് ഡീപ്പിലേക്ക് എത്താൻ ഒരു തരിയുള്ളൂ. ഓക്കെ, ഇത് ഞാൻ ലൈവ് മാർക്കറ്റിൽ കാണിച്ചു തരണം. ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സിൽ, ഇതുപോലെ കമ്മോഡിറ്റിയിൽ, അതുപോലെ തന്നെ സ്റ്റോക്കിൽ, നിങ്ങൾക്ക് ഫോറക്സിൽ, ക്രിപ്റ്റോയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അത്രയും സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് എൻ്റെ നമ്പർ ഇവിടെ ഞാൻ തരാം. ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, മനസ്സിലാക്കാം. ഞാനിത് ലൈവ് മാർക്കറ്റിലാണ് കാണിച്ചു തരണത്, അല്ലാണ്ട് കഴിഞ്ഞു പോയ മാർക്കറ്റിൽ നിന്ന് വരച്ചിട്ട് റീപ്ലേ ബാർ ഇട്ടിട്ടല്ല കാണിക്കുന്നത്. ആ പരിപാടി എനിക്ക് ഇഷ്ടമില്ല. ഓക്കെ, ഇതാണ് എൻ്റെ നമ്പർ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇത് തന്നെയാണ് വാട്സപ്പ് നമ്പറും. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്കൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇനീഷ്യേറ്റ് ചെയ്തൊരു ട്രേഡ് ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വിടാം. ഞാനിപ്പോൾ ഇവിടുത്തെ ഈ ഒരു കേസ് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഫിക്സഡ് വോളിയം റേഞ്ചിൻ്റെ ഒരു ഇതാണ് കേട്ടോ അത്. ഓക്കെ, ടൂളാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. എന്താണ്, ഈ റേഞ്ചിൽ കുറേ നേരം വന്നിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, ഈ റേഞ്ചിൽ നിന്ന് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ റേഞ്ചിൽ നിന്നാണ് നമുക്കൊരു ട്രേഡ് ഉണ്ടായത്. ഞാൻ ടാർഗറ്റ് വെച്ചത് ഇവിടെയാണ് കേട്ടോ. മേ ബി നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിട്ടാ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഈ 800 റേഞ്ചിലാണ് ഞാൻ ടി പി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫസ്റ്റ് ടി പി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ലെവലാണ്. നമുക്ക് എപ്പോഴും ഫസ്റ്റ് ടി പി എത്തിക്കഴിഞ്ഞാൽ എക്സിറ്റ് അടിച്ച് മാറാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും നല്ലതാണ്, അല്ലെങ്കിൽ ട്രയൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ റേഞ്ചിൽ നിന്നാണ് ഞാൻ ഇന്ന് നമ്മുടെ സ്റ്റുഡൻസിന് ട്രേഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ നിന്നാണ് ട്രേഡ് പറഞ്ഞത്. ഞാൻ SL വെച്ചത് ഈ ഒരു മേജർ ക്യാൻഡലിൻ്റെ ഹൈയിലാണ് കേട്ടോ. ഓക്കെ, ഈ റേഞ്ചിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഇതേപോലെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫെയർ വാല്യൂവിൻ്റെ 50% താഴെയാണ് ബോഡി നിൽക്കണമെങ്കിലാണ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ കുറേ നേരം സസ്റ്റെയിൻ ചെയ്തിട്ട് ഈ റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഒരു ട്രേഡ് കിട്ടി. ഇവിടുന്ന് വന്നിട്ട് SL അടിച്ചിട്ടില്ല, ഒരൊറ്റ മിനിറ്റ് മിക്സ് അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടായിരിക്കും, എന്ത് ഇവിടെ നിന്ന് മാർക്കറ്റിൽ ഇങ്ങനെ താഴേക്ക് വന്നപ്പോൾ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാറില്ല ബ്രോ എന്നുള്ളത്. പക്ഷെ നമുക്കത് കിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സിൽ വന്നപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്ത് ട്രയൽ എക്സിറ്റ് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലോസിലാണ് എക്സിറ്റ് അടിച്ചത്. ലോസ് എന്ന് പറഞ്ഞാൽ 600 രൂപയിൽ നമ്മൾ എക്സിറ്റ് അടിച്ചു. 10 പോയിന്റ് താഴേക്ക് വന്നപ്പോൾ എക്സിറ്റ് അടിച്ചു. എഗെയിൻ നമുക്ക് മാർക്കറ്റ് ഇതുപോലെ റിവേഴ്സിൽ വന്നപ്പോഴാണ് നമ്മൾ ഈ ട്രേഡ് എടുത്തത്. ഓക്കെ, അവിടെ നിന്നുള്ളൊരു 36 ഞാൻ പറയാം 47 പോയിന്റ് ഞാൻ എടുത്ത പ്രീമിയത്തിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ റേഞ്ച് വരെയുള്ള ഒരു 36 പോയിന്റിൻ്റെ അടുത്താണ് നമുക്ക് ഇതിൽ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അതിന് മുമ്പ് നമുക്കൊരു കോൾ സൈഡ് എൻട്രി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ നിന്ന് എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റുഡൻസിനോട് ഇതിൽ നിന്ന് എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വന്നു. തിരിച്ച് ഈ ഒരു ചെറിയ മൂവ്മെന്റ് നടക്കുമ്പോഴും പ്രീമിയത്തിൽ നല്ല രീതിയിൽ മെൽറ്റിങ് വന്നപ്പോൾ 10 പോയിന്റ് എക്സിറ്റ് അടിക്കാൻ ചെയ്തത്. അതിനുശേഷം ഞാൻ അവർക്ക് ട്രേഡ് പറഞ്ഞില്ല. പക്ഷെ ഈ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് നടക്കണതിന് തൊട്ട് മുമ്പ് ഈ ഒരു റേഞ്ചിൽ വെച്ചിട്ട് പ്രീമിയം ചാർട്ടിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തിരുന്നു. ഓക്കെ, ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ മോർണിംഗ് നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഈ റേഞ്ചിൽ നിന്ന്, അതായത് ഈ ഒരു ക്യാൻഡലിന്റെ താഴെ നിന്ന് നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നു ചെറിയ ടൈം ഫ്രെയിമിൽ.
അത് ഈ ലെവൽ വരെ തന്നെയാണ് ടാർഗറ്റ് വെച്ചിരുന്നത്. പക്ഷെ ഞാനിത് പഠിപ്പിച്ചു കൊടുത്തിട്ട് പോലും ഒരു സ്റ്റുഡൻസ് പോലും ഈ എൻട്രി എടുത്തില്ല. അതാണ് എനിക്ക് സങ്കടം വന്നത്. അതെന്താണെന്ന് അറിയില്ല, ഞാനും എൻട്രി പറയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ പലപ്പോഴും അവരൊറ്റയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറി നിൽക്കാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഇത്തിരി കളി കണ്ട് എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്തിരി നേരം വൈകിട്ടൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. അതുള്ള കാര്യം തുറന്നു പറയണമല്ലോ. ഓക്കെ, എങ്കിൽ പോലും പഠിപ്പിക്കുന്ന കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. നമ്മളെല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസിന് കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം ഇന്ന് ക്രൂഡ് ഓയിൽ ഉണ്ടായ ആ ഒരു എൻട്രി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അവർ എത്ര പേര് ട്രേഡ് എടുത്തൊന്നും അറിയില്ല. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റിംഗ് ഇങ്ങോട്ട് വരണേലും ഈ റേഞ്ചിലേക്ക് വരുന്ന നേരത്ത് നമ്മളൊരു എൻട്രി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്തായിട്ട് ഇടാറുണ്ട്, സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, എൻട്രി വന്നു കഴിഞ്ഞ് ടാർഗറ്റ് അടിച്ചിട്ട് ഏതെങ്കിലും ഒരു PNL കാണിച്ച് തരില്ല ചെയ്യണേ. ഓക്കെ, PNL കാണിക്കുന്ന പരിപാടി എനിക്ക് വലിയ താല്പര്യമില്ല, എല്ലാവരും പറയാം. ഞാൻ എന്ത് സമ്പാദിക്കുന്നുള്ളത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ ഇത് പ്രവർത്തിക്കണുണ്ടോ ഇല്ലെന്ന്, അതായത് ഇത് വെറുതെ ഇങ്ങനെ ടാർഗറ്റ് അടിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെറുതെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു PNL കാണിക്കുകയാണ്, കിട്ടിയിട്ടുണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയാം, എല്ലാവരും കുറ്റം പറയണല്ല. ഏതെങ്കിലും ഒരു PNL കാണിക്കുകയാണ്, എനിക്ക് ഞാൻ ചെയ്തൂടെ, സുഖമായിട്ട് ആൾക്കാർ കിട്ടും. ഞാൻ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പാണ് പറയണേ. അപ്പം അത് പറയണമെങ്കിൽ അതിനൊരു റീസൺ വേണ്ട. ഇങ്ങോട്ട് വരുന്ന എന്തത്ര ഉറപ്പെനിക്ക്, ഇതെന്താ മൂളിക്ക് പോക്കൂടെ? അപ്പം നിങ്ങൾ താഴേക്ക് വേണമെങ്കിൽ ഒരു റീസൺ ഉണ്ട്. ഈ റീസണാണ് നമ്മൾ കോഴ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് എത്ര കണ്ട ആൾക്കാരോട് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവര് പ്രീമിയം കോഴ്സ് കിട്ടുന്ന, സിഗ്നൽസ് കിട്ടുന്ന സ്ഥലത്തും അതായത് ബോട്ടും അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ പറയും, ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇൻഡിക്കേറ്ററൊക്കെ ഒരുവിധ ഇൻഡിക്കേറ്ററൊക്കെ നമ്മുടെ നാട്ടിൽ വാലിഡ് ആണ്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വാലിഡ് ആണ്. പക്ഷെ കറക്റ്റ് ഇത് വാച്ച് ചെയ്യാനും നോക്കാനും അറിയണം. അതുപോലെ തന്നെ ഓവറോൾ എന്താണ് നമുക്ക് മാർക്കറ്റിന്റെ വ്യൂ അറിയണം. ഇപ്പം ഞാനും ഒരു ഇൻഡിക്കേറ്ററൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിലൊരു 8 ടൈപ്പ് സെനാരിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എഗെയിൻസ്റ്റ് വരുന്നതിനെ കുറിച്ചിട്ടും സെപ്പറേറ്റ് നമ്മൾ അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കാര്യം. ഇപ്പം നമ്മൾ ഫസ്റ്റ് TP അടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും. ഈ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്കാണ് ഞാൻ TP വെച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് TP, പിന്നെ സെക്കൻഡ് TP ഇതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് TP അടിച്ചിട്ടുണ്ട്. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇതിന് താഴെയാണ് നിൽക്കണമെങ്കിൽ ഒരു പ്രഷറായിട്ട് ഒരു ക്യാൻഡലിംഗ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ടാണ് ഈ കാണുന്നത്. നമ്മൾക്ക് ഈ റേഞ്ച് വരെ നല്ലൊരു മൂവ്മെൻറ്റ്സ്, അതായത് ഫസ്റ്റ് TP വരെ നല്ലൊരു മൂവ്മെൻറ്റ്സ് കിട്ടിയിരുന്നു. പിന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് എക്സാക്റ്റ് ഒരു കൺസോൾട്ടേഷൻ നടന്നിരുന്നു. എങ്കിൽ പോലും മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച TPയിലേക്ക് വന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു TPയിലേക്ക് വരുന്നത്, അതിനൊരു തക്കതായിട്ട് റീസൺ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. വീണ്ടും പറയാണ്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് എടുക്കാം.